ബോസ് നമസ്കാരം. നമസ്കാരം. ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടടുത്ത ദിവസം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ തല്ലിച്ചതച്ച ഒരു കേസ്, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങളുടെ കുട്ടികളുടെ രക്തം ചിന്തിയ ആ ഒരു സംഭവം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. അദ്ദേഹം പറഞ്ഞു വന്നത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നവകേരള യാത്രയ്ക്കിടയിൽ കുട്ടികൾ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും അവരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചപ്പോൾ അതിൽ അമർഷം പൂണ്ട പിണറായി വിജയൻ്റെ ഗൺമാൻ അടക്കമുള്ള 5 പോലീസുകാർ യൂത്ത് കോൺഗ്രസ്സുകാരെ വലിയ മുളവടി കൊണ്ടും ലാത്തി കൊണ്ടുമെല്ലാം തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ച തത്സമയം ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. അന്ന് പിണറായി വിജയൻ ആ പോലീസിൻ്റെ നരനായാട്ടിനെ വിശേഷിപ്പിച്ചത് അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ്. ഈ രക്ഷാപ്രവർത്തനം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ അന്നത്തെ ആലപ്പുഴ പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ ജില്ലാ സെഷൻസ് കോടതിയുമെല്ലാം ഇതിൽ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് അവർ ഒരു നോട്ടീസ് അയക്കുകയുണ്ടായി. എന്നാൽ പിണറായി വിജയൻ ഈ നോട്ടീസ് പൂഴ്ത്തി വയ്ക്കുകയാണ് ഉണ്ടായത്. ഈ നോട്ടീസിലാണ് പിന്നീട് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഉത്തരവ് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഉത്തരവിട്ടത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത, ഈ രക്ഷാപ്രവർത്തനം നടത്തിയ കേസിൽ കൃത്യമായ ഒരു തിരിമറി നടത്തി. ആ കേസ് ഡയറി വിളിച്ചു വരുത്തി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ അത് കേസ് ഡയറി തിരുത്തിച്ചു. ഈ വിവരം പോലീസിനകത്തെ 2 SIമാരാണ് ആദ്യം പുറത്തുവിട്ടത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ കുട്ടികളെ തലതല്ലി ചതച്ച കേസ് MR അജിത് കുമാർ ഇടപെട്ട് തിരുത്തിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. വി ഡി സതീശൻ്റെ ഉത്തരവ് പ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. അങ്ങനെ പോലീസ് സേനയിലെ ഏറ്റവും കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഷൗക്കത്ത് അലി ഈ കേസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം DGPക്ക് ഒരു സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ച് 21 ദിവസം കഴിഞ്ഞിട്ടും ADGP MR അജിത് കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നു. ഈ 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്ന DGP റാങ്കിലുള്ള ചില ആളുകൾ ആ റാങ്കിലേക്ക് ADGP MR അജിത് കുമാറിനെ നിയമിച്ചുകൊണ്ട് പ്രമോഷൻ കൊടുത്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു പ്രമോഷൻ കൊടുക്കുന്നതിനൊരു നീക്കം നടത്തുന്നു എന്നൊക്കെയുള്ള കിംവദന്തികൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് പറയുന്നു. DGP എന്നാൽ SIT സമർപ്പിച്ച റിപ്പോർട്ട് തിരിച്ചയക്കുന്നു. കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടാണ് DGP ആ റിപ്പോർട്ട് തിരിച്ചയച്ചത്. ഷൗക്കത്ത് അലി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ടിൽ കൃത്യമായി എന്തൊക്കെയാണോ DGP ആവശ്യപ്പെട്ട രേഖകളും തെളിവുകളും കൂടുതൽ വ്യക്തത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഇന്നലെ രാത്രി അത് DGPക്ക് വീണ്ടും സമർപ്പിച്ചു. DGP ഇന്നത് ആഭ്യന്തര വകുപ്പിന് ആ റിപ്പോർട്ട് കൈമാറും. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിൻ്റെ DGP ആകുക എന്നുള്ള സ്വപ്നം മാത്രമല്ല പൊലിയുക, ADGP ആയി പോലും അദ്ദേഹത്തിന് ഇനി സർവീസിൽ തുടരാൻ സാധിക്കില്ല, സസ്പെൻഷനിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് കുട്ടികളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ച ആ ഒരു കാര്യം ഞങ്ങൾക്ക് മറക്കാനാവില്ല എന്ന് വി ഡി സതീശൻ കൃത്യമായി പറയുമ്പോൾ ഇപ്പോൾ DGPക്ക് പുതിയ റിപ്പോർട്ട് കൂടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു പരിണിതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈ വിഷയം ഇപ്പം ചർച്ചാ വിഷയമായിട്ട് ഒരുപാട് കാലമായിരുന്നു. പക്ഷേ ഇതേവരെ കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെയും അവസാനം KSUവിൻ്റെയും നേതാക്കന്മാരൊക്കെ പരസ്യമായി രംഗത്ത് വന്നു. ഇത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ MR അജിത് കുമാർ അത്ര നല്ല ആളൊന്നുമല്ല. അദ്ദേഹം പിണറായി വിജയൻ്റെ കാലത്തും പല CPM നേതാക്കന്മാർക്കെതിരെ വലിയ തരത്തിലുള്ള വെടിവെപ്പൊക്കെ നടത്തി പല ആൾക്കാരും മരിച്ചിട്ടടക്കുന്നുണ്ട്. അപ്പം അന്ന് ഈ പറഞ്ഞത്തിൽ വലിയ തരത്തിൽ പ്രത്യാരോപണ വിധേയനായ ആൾ തന്നെയാണ് പിന്നീട് ADGP ആവുന്നതും പിണറായി വിജയൻ്റെ വിശ്വസ്തനാകുന്നതൊക്കെ. അത് ഒരു വശം. മറുവശത്ത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ കൂടെ നിന്ന ഒരാൾ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിന് പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തൊരു വ്യക്തി പിന്നീട് കാലം മാറുമ്പം ഞാൻ അടക്കം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾഡ് എന്ന് പറയുന്നത് ചില്ലറ ഹോൾഡല്ല. കാരണം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഒരുപാട് റിപ്പോർട്ട് കൊടുത്തതാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഈ സാധനം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു 3-4 ദിവസം മുമ്പ് റിപ്പോർട്ട്, ഒരു ആഴ്ച മുമ്പത്തെ വീണ്ടും റിപ്പോർട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 31-ാം തീയതി കൂടി നിലവിൽ DGPയുടെ കാലയളവ് കഴിയുകയാണ്. സ്വാഭാവികമായിട്ടും ADGP അസിസ്റ്റൻ്റായി നിൽക്കുന്ന ADGP സ്വാഭാവികമായിട്ടും DGPയിലോട്ട് പ്രൊമോട്ട് ആവുന്നതാണ്. അപ്പോൾ അത് മനഃപൂർവ്വം കേസ് വൈകിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇവിടെ വെക്കുന്നത് DGP ആയതിനു ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആ കേസ് തള്ളിക്കള അല്ലെങ്കിൽ താൽക്കാലിക ഒരാഴ്ചക്കുള്ള എന്താ പറയുക സസ്പെൻഷനിൽ കൊടുത്തുകൊണ്ട് വീണ്ടും അതിലൂടെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതും പല ഉന്നത മാധ്യമ പ്രവർത്തകരടക്കം വിഷയം ഇന്നലെ മിഞ്ഞാന്നടക്കം ചർച്ചാ വിഷയമായതാണ്. അപ്പോൾ എന്തിരുന്നാൽ പോലും ഇപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു എന്നുള്ളത് മുഴുവനായി ആയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിരുന്നാൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ ഷൗക്കത്തലി റിപ്പോർട്ട് വീണ്ടും അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു. ഇതൊരു പക്ഷേ കുറച്ച് നീട്ടി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നിലവിലെ ADGPക്ക് DGP ആവാമായിരുന്നു. പക്ഷേ അതിനുള്ള സമയം കൊടുത്തില്ല. അദ്ദേഹം വീണ്ടും അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വീണ്ടും DGPക്ക് കൊടുക്കുന്നു. DGP അത് ആഭ്യന്തര വകുപ്പിന് കൊടുക്കുന്നു എന്നുള്ള സാധനമാണ്. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും രൂക്ഷമായിട്ട് കോൺഗ്രസിനെയും ആഭ്യന്തരമന്ത്രിയെയും അതേപോലെ മുഖ്യമന്ത്രിക്ക് വിമർശിച്ചത് ഇപ്പോഴും പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് തന്നെയാണ്. പിണറായി വിജയനെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആ നേതാക്കന്മാർ ഇപ്പോഴും കോൺഗ്രസിനെ വലിഞ്ഞു മുറുക്കുന്നു. കോൺഗ്രസിന് കൃത്യമായി തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് സതീശനെയും അതുപോലെ തന്നെ എന്താ പറയുക ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയൊക്കെ കൊണ്ടുപോയി വെക്കുന്നു എന്നുള്ളത് വലിയ ആരോപണം ഇന്നലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള പല മുഖ്യധാര മാധ്യമങ്ങളും വിഷയം കൊണ്ടുവന്നായിരുന്നു. പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പം അതിലൊരു പരിഹാരം ആവുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക്. പിന്നെ ഇതിന് മറ്റൊരു വശം, ധാർമ്മികപരമായൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എടുക്കേണ്ട നിലപാട് തന്നെയാണിത്. എനിക്ക് തോന്നുന്നു ഇതിന് മാത്രം ഒതുക്കിയാൽ പോരാ. അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഷനോ എന്തായാലും ഡിസ്മിസിലോട്ട് എന്തായാലും പോവില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ എന്താ പറയുക നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവണം എന്നുള്ളത് കൂടി എനിക്ക് ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ച് പറയാൻ തോന്നുന്നു. അത് ഫവാസ്, ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതൊരു സമരമുറയാണ്. അതൊരു കാരണവശാലും കലാപകലുഷിതമാകാതിരിക്കണം, സമാധാനപരമായിരിക്കണം. ഈ കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകരെല്ലാവരും സമാധാനപരമായി തന്നെയാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയിട്ടും അതിന് പുറകെ വന്ന വാഹനത്തിൽ നിന്നും ഈ ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ ചാടി ഇറങ്ങി വലിയ മുളവടിയായിട്ട് വന്ന് ഇവരെ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനു മുമ്പായി കൊണ്ട് പോലീസുകാർ ഇവരെ വകഞ്ഞു മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കരിങ്കൊടി പ്രയോഗത്തിൽ നിന്ന് തടഞ്ഞു മാറ്റി നിർത്തിയിരുന്ന അവരെയാണ് ഈ ഗൺമാന്മാർ എന്ന് പറയുന്ന ആളുകൾ വന്ന് അടിക്കുന്നത് നമ്മൾ കാഴ്ച കണ്ടത്. അവിടെ ഒരു കാരണവശാലും ഇവർക്ക് ഗൺമാന്മാന് ഒരു കാരണവശാലും ആയുധമെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്ക് താഴെ മുട്ടിന് താഴെ വെടിവെക്കാം. മുഖ്യമന്ത്രിയെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലൊരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലാതെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന് ഒരു കാരണവശാലും മുളവടി ഉപയോഗിച്ചുകൊണ്ട് ഒരു തല്ലി ചതയ്ക്കാനുള്ള അധികാരമില്ല. അത് നിയമരാഹിത്യം തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. മറ്റത് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരും മറ്റ് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർ കരിങ്കൊടി കാണിച്ച ആളുകൾ ഇവർ പിടിച്ചു മാറ്റി ഒരു കടയുടെ മറ്റു മൂലയ്ക്ക് ഇരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷമാണ് അവരെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയത്താണ് ഗവൺമെന്റ്മാർ ചെന്ന് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളെ തലയടിച്ചു പൊളിക്കുന്ന കാഴ്ച. അത് അതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ കുറ്റമായിട്ട് മാറുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കരിങ്കൊടി കാണിച്ച പ്രതിപക്ഷത്തുള്ള ആളുകളെ തല്ലി എന്നുള്ളതല്ല കേസ്. അതിലുപരി ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുടെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചൊതുക്കുക എന്നുള്ളതിലുപരി മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഭരണവർഗത്തിനെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ ശബ്ദം ഇവിടെ വേണ്ട. ആരും മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ, സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന ഒരു കിരാത ഭരണകൂടത്തിൻ്റെ നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ശബ്ദം ഇനി ഞങ്ങൾക്കെതിരായ ഒരു ശബ്ദം ഉയരാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നടപടിക്രമം കൈക്കൊണ്ടത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഭരണകൂടങ്ങളെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല എന്ന പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ് അവിടെ കണ്ടത് എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. കോടതിയും അല്ലെങ്കിൽ അന്ന് അവിടെ നിന്നും പോലീസ് കമ്മീഷണറും എല്ലാം ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു കാരണവശാൽ ഇത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറയുമ്പോഴാണ് ADGP MR അജിത് കുമാർ ഈ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ഗൺമാൻ അനിൽ അടക്കമുള്ള ആളുകളെ നിരവധി തവണയാണ് അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ഫോൺ റെക്കോർഡ്സ് അടക്കമാണ് ഷൗക്കത്ത് അലി വീണ്ടും പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് ഡയറി വിളിച്ചു വരുത്തി അതിൽ കൃത്യമായ തിരുത്തലുകൾ ഞാൻ പറയുന്നത് പോലെ മതി എന്ന് ADGP പറഞ്ഞതായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. അതിന് ഈ രക്ഷാപ്രവർത്തകർ
നടത്തിയ ഈ ഗൺമാന്മാരുമായി ADGP MR അജിത് കുമാർ ഫോണിൽ സംസാരിച്ച രേഖകളടക്കമാണ് ഷൗക്കത്ത് അലി രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി തത്വത്തിൽ ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് DGP കൈമാറും, ആഭ്യന്തര വകുപ്പ് അത് പഠിക്കും, ADGP MR അജിത് കുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് വിളിച്ചു വരുത്തും, കേൾക്കും, ശേഷം തൊപ്പിതെറിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും DGP സ്വപ്നം പൊലിഞ്ഞു. നേരത്തെ ഫവാസ് സൂചിപ്പിച്ച പോലെ 31-ാം തീയതി വരെ ഇത് മരവിപ്പിച്ച് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ DGP ആയി ആ DGPയുടെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു സസ്പെൻഷൻ വരാണെങ്കിൽ പോലും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി എന്നും വേണമെന്നുണ്ടെങ്കിൽ മേനി പറയാമായിരുന്നു, അല്ലെങ്കിൽ കുറേ കാലം സസ്പെൻഷനിന് ശേഷം തിരിച്ചു വരാനൊക്കെ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതകൾ വിരളമാണ്. DGP ആയില്ല എന്ന് മാത്രമല്ല ADGPയുടെ തൊപ്പി കൂടി തെറിക്കും, അദ്ദേഹത്തിന് ശേഷിച്ച കാലം പുറത്തിരിക്കേണ്ടതായി വരും എന്നൊക്കെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഭരണകൂടത്തിനെതിരെ ആര് സംസാരിച്ചാലും ഞങ്ങൾ അടിച്ചമർത്തും എന്ന് ഏത് ഭരണകൂടം വിചാരിക്കുന്നുണ്ടോ അത് വൃഥാവിലാണ്. പോലീസ് തങ്ങളുടെ കയ്യിലുള്ള അധികാരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ വരുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്താം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇപ്പോൾ ADGP MR അജിത് കുമാർ നേരിടുന്ന തരത്തിലുള്ള വിഷമകരങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.